വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 മാത്സിൻ്റെ 7th ചാപ്റ്റർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ലെസൺ ആണേ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു ഹോളായിട്ടുള്ളത്, അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമോ വസ്തുവോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു നമ്പരോ ഇതെല്ലാം നമ്മൾ ഈക്വലായിട്ട് പകുത്തെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു പിക്ചർ വന്നിട്ടുണ്ട്, അതായത് ഒരു റൊട്ടിയുടെ പിക്ചറാണ്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ ഈക്വലായിട്ട് രണ്ടായിട്ട് മാറ്റുമ്പോൾ പകുതി വെച്ച്, അതായത് ഈ ഒരു റൊട്ടി 2 പേർക്കായിട്ട് നമ്മൾ ഈക്വലായിട്ട് ഭാഗിക്കുമ്പോൾ ഒരു ഹാഫ് വെച്ച് 2 പേർക്കും കിട്ടുന്നു. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. അതിന് നമ്മൾ 1/2 എന്നാണ് പറയുന്നത്. 1/2 അല്ലെങ്കിൽ 1/2. ഇഫ് 1 റൊട്ടി ഈസ് ഈക്വലി ഇൻ ഷെയർഡ് എമംഗ് 4 ചിൽഡ്രൻ. ഇനി നമുക്ക് അടുത്തത് തന്നിരിക്കുന്നത് ആ റൊട്ടി തന്നെ നമ്മൾ 4 പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈക്വലായിട്ട് 4 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/4 ആണ്, അതായത് 1/4. അതായത് 1/4 എന്ന് പറയുന്നതാണ്. അതായത് ഈക്വലായിട്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് 4 ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ 1/4 എന്ന് പറയുന്നു, അല്ലെങ്കിൽ 1/4 എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത് 1/4ൻ്റെ അല്ലെ 1/4ൻ്റെ 1/4 എന്ന് പറയുന്നതിൻ്റെ പിക്ചറാണ്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് 1/2ൻ്റെ പിക്ചറാണ്. ഈ പിക്ചേഴ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ 1/2 എന്ന് പറയുന്നത് ഇത്രയും ഭാഗമുണ്ടല്ലേ, ഇതിനെക്കാട്ടിൽ ചെറുതായിരിക്കും 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ 1/2 ആണ് വലുത് 1/4-നേക്കാട്ടിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ്. അതായത് അതായത് മണ്ടയ്ക്ക് ഇത് നമ്മൾ മുകളിലുള്ള നമ്പറിന് പറയുന്ന പേര് എന്താണ്? ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ എന്നാണ്. ന്യൂമറേറ്റർ താഴെയുള്ള വരയ്ക്ക് താഴെ വരുന്നതിന് ഡിനോമിനേറ്റർ എന്നും പറയുന്നു. അപ്പം നിങ്ങളുടെ ന്യൂമറേറ്റർ ഈക്വൽ ആണ്. ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതായിരിക്കും വലിയ സംഖ്യ. മനസ്സിലായല്ലോ പറഞ്ഞേ? ന്യൂമറേറ്റർ ഒരുപോലെയാണ് എങ്കിൽ ഡിനോമിനേറ്റർ ചെറിയ സംഖ്യയാണ് ഫ്രാക്ഷനിൽ വലുത്. നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ 2ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ 4 ആണ് വലുത് അല്ലേ? പക്ഷെ ഫ്രാക്ഷൻ ചെയ്യുമ്പം തിരിച്ചാണ്. ഫ്രാക്ഷണൽ യൂണിറ്റ് ആൻഡ് ഈക്വൽ ഷെയർസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതന്നാണ്. 1/5ഉം 1/9ഉം 2 സംഖ്യകൾ ഇതിലേതായിരിക്കും വലുത്? നമ്മൾ സാധാരണയായിട്ടാണ് 5 ആണോ 9 ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 എന്ന് പറയും. പക്ഷേ ഇവിടെ 1/5 ആണ് വലിയ സംഖ്യ, 1/9 ചെറുതാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു വരയെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ലൈനിനെ ഞാൻ 5 ആയിട്ട് ഭാഗിക്കുന്നു. 1 2 3 4 5 ഇത്രയുമായിട്ട് മാറ്റുന്നു. ഇത് സെയിം ലെങ്ത് ഉള്ള ഒരു വരയെടുക്കുന്നു. ഇതിനെ ഞാൻ 9 ആയിട്ട് മാറ്റുന്നു. 1 2 3 4 5 6 7 8 9 ഇത്രയും എടുക്കുന്നു എന്ന് വിചാരിക്കുക. 9 ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും ഭാഗത്തിനെക്കാട്ടിൽ വലുതാണ് ഇത്രയും ഭാഗം അല്ലേ? അതാണ് അതിന് കാര്യം. മനസ്സിലായോ? അതായത് ഈക്വലി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയും കഷണങ്ങളാണ്, ഓരോ കഷ്ണത്തിനും വലിപ്പം കൂടുതലുണ്ട് അല്ലേ? അതായത് 1/5 എന്ന് പറയുന്ന ആ ഫ്രാക്ഷനായിട്ട് എടുത്ത അതിൻ്റെ ഒരു പീസ് എന്ന് പറഞ്ഞ് 1/9 ആയിട്ട് എടുത്തതിനെക്കാട്ടിൽ വലുതാണ് അല്ലേ? 1/5 എന്ന് നമ്മൾ കട്ട് ചെയ്താണ് വലിപ്പം കൂടുതൽ, 1/9 വലിപ്പം കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് 1/5 എന്ന് പറയുന്നതാണ് 1/9-നേക്കാട്ടിൽ കൂടുതലെന്ന് പറയുന്നത്. 1/5 1/9 എന്നാണ് പറയുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കുറേ നമ്പേഴ്സ് ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 1/10 1/20 1/30 1/40 ഇങ്ങനെ നമ്മൾ കുറേ ഫ്രാക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് 1/100 വരെ എടുത്തെന്ന് വെച്ചോ. ഈ 1/100 എന്ന് പറയുന്നത് 1/200 കമ്പയർ ചെയ്യുമ്പോൾ 1/100 ആണ് വലുത്. മനസ്സിലായല്ലോ? ഇനി 1/10 1/100 കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും വലുത്? യെസ്, 1/10 ആണ് വലുത്. അപ്പോൾ ഇതിനെ when one unit is divided into several equal parts, each part is called fractional unit. This is all fractional units. ഈ ഒരു നമ്പറിനെ നമ്മൾ കണ്ടോ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അതിനെ ഒരെണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണ്, അതായത് ഒരു ഫ്രാക്ഷനും പറയുന്ന പേരാണ് ഒരു ഫ്രാക്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഫിഗർ ഇറ്റ് ഔട്ട് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. 3 guavas together weight 1 kg if they are roughly of the same size. Each guava will roughly weigh. അതായത് ഒരു കിലോ ഉള്ള 3 നമ്മുടെ പേരയ്ക്ക. അപ്പോൾ ഈ 3 പേരയ്ക്കും ഏകദേശം സെയിം വെയിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേരയ്ക്കയുടെ വെയിറ്റ് എത്ര ആയിരിക്കും? അപ്പം 3 കൂടി ചേർന്നാൽ 1 കിലോയേ വരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് കാണാൻ എന്ത് ചെയ്യണം? 3 കൂടെ വെയിറ്റ് 1 kg ആണെങ്കിൽ ഒരെണ്ണത്തിനെ കാണാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇതിൻ്റെ വാല്യൂ എത്ര വരുന്നത്? 1/3, 1/3. A wholesale merchant packed 1 kg of rice, 4 packets of equal weight. The weight of each packet. മുമ്പിലത്തെ കൂട്ട് തന്നെ 1 kg ആണ്, അതിനെ 4 മാറ്റി. അപ്പോൾ എത്രയാണ്? 1/4 kg. 4 friends ordered 3 glasses of sugarcane juice and shared equally among themselves. One drank dash glass of sugarcane juice. നോക്കിയേ, 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ 3 ഗ്ലാസ് ജ്യൂസാണ് വാങ്ങിച്ചത്. അപ്പോൾ എത്ര വാങ്ങിച്ച? ഒരു ടോട്ടൽ 3 ഗ്ലാസ്. എത്ര പേരാണ് അത് കഴിച്ചത്? 4 പേര്. അപ്പോൾ 3/4 ആണ് ഒരാൾക്ക് കിട്ടുന്നത്. അടുത്ത ബിഗ് ഫിഷ് വെയ്റ്റ്സ് 1/2 kg ആൻഡ് ദ സ്മോൾ വൺ വെയ്റ്റ്സ് 1/4 kg. ടുഗദർ ദേ വെയ്റ്റ്. അതായത് ഒരു ബിഗ് ഫിഷ് എത്രയാണ്? 1/2. ദ സ്മോൾ ഫിഷ് 1/4. അങ്ങനെ ടുഗദർ അത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? ഒരു ഹാഫ് പ്ലസ് 1/4 1/4 അല്ലേ? 1/4 എന്ന് പറയുന്നത് 1/4. അപ്പോൾ ഒരു പകുതിയും പിന്നൊരു 4/1. അപ്പോൾ നമുക്ക് ഏകദേശം 1/4 എന്നാണ് കിട്ടുന്നത് അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4. ഇങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. ഇനി നോളജ് ഫ്രം ദ പാസ്റ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് വരച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഹാഫ്. ഇപ്പം നമ്മൾ ആ റൊട്ടിയുടെ ഇത് തന്നെ എടുത്തു. ഇത് ഇത്രയും ഹാഫ് പിന്നൊരു 4/1 കൂടെ കണ്ടോ. ഇപ്പം ഈ ഒരു ഫുൾ റൊട്ടിയുടെ 1/4 ഭാഗമായി. ഇനി ഫ്രാക്ഷനെ കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നതാണ്. 3/4 നമ്മൾ എന്താ പറയുന്നത്? ത്രൈപദ എന്നാണ് പറയുന്നത്. അതിന് നല്ല മലയാളത്തിലും തമിഴിലും ഒക്കെ എന്താണ്? 1/4 എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പിന്നുള്ളത് ഫൈൻഡ് ഔട്ട് ദ ഡിസ്കസ് ആൻഡ് ദ വേർഡ്സ് ഓഫ് ഫ്രാക്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതായത് നിങ്ങൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലെ ഫ്രാക്ഷൻസിനുള്ള പേരുകൾ. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി ഓർഡറിൽ അറേഞ്ച് ദ ഫ്രാക്ഷൻ വേർഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് സൈസ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ബിഗ്ഗസ്റ്റ്. ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യണേ. 1 1/2 1ഉം 1/2. 3/4 3/4. 1 1/4 1 and 1/4. Half 1/2. Quarter 1/4. Then 2 1/2. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 2 1/2. പിന്നെ ഏതാ ഉള്ളത്? 1 1/2 1/2. അപ്പം ഏറ്റവും വലുത് 2 1/2. രണ്ടാമത് എത്തേതെന്ന് പറയുന്നത് ഏറ്റവും അതിന് തൊട്ട് താഴെയുള്ളത് 1 1/2. പിന്നെ 1 and 1/4. ദെൻ പിന്നെ ഏതാ? 3/4. ദെൻ 1/2. ഇത് 1/4. അപ്പോൾ നമ്മൾ
സ്മോളിൽ നിന്ന് വലുതിലേക്ക് എടുക്കുമ്പോൾ ഒന്നാമത്തേത് അല്ലേ, രണ്ടാമത്തേത്, ദെൻ മൂന്നാമത്തേത്, നാലാമത്തേത് ദിസ് വൺ, ഇത് അഞ്ചാമത്തേത്, ഇത് ആറാമത്തേത്. അപ്പോൾ അതങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ഷൻ യൂണിറ്റ് ആസ് എ പാർട്ട് ഓഫ് എ ഹോൾ. നോക്കി, ഇവിടെ നമുക്കൊരു ചിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടി മുട്ടായി തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കപ്പലണ്ടി മുട്ടായി നോക്കുമ്പോൾ ഇതിൻ്റെ ലൈൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെ നമ്മൾ ഫ്രാക്ഷണൽ യൂണിറ്റായിട്ട് നോക്കുമ്പോൾ അതേ ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട് കേട്ടോ. ദെൻ ഇത് ഇങ്ങനെയുണ്ട്, ദെൻ ഇങ്ങനെ, ഇതിങ്ങനെ, അതുപോലെ തന്നെ ഇവിടെ 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 ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് 24 എണ്ണം, ഇത്രയും ഷേപ്പുള്ള 24 എണ്ണമാണ് നമുക്ക് ഇതിനകത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/24 എന്നാണ് എഴുതുന്നത്. അതായത് 24 എണ്ണം ഉണ്ട്, അതിൽ ഒരു ഭാഗം എന്നാണ് ചിന്തിക്കുന്നത്. ഇനി നോക്കി, ഇവിടെ 2 എണ്ണം എടുത്താലോ, 2 എണ്ണം എടുത്താൽ 2/24 എന്ന് നമ്മൾ കണക്കാക്കണം. 2/24 എന്ന് പറഞ്ഞാൽ 1/2, 1/12 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇനിയും 3 എണ്ണം എടുത്താലോ, 3 എണ്ണം എടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ 3/24, 3യുടെ ടേബിളിൽ 24 വരുന്നുണ്ടോ? 8 അല്ലേ. അപ്പോൾ 1/8 നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇവിടെ അവർ അതിൻ്റെ പല പല ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കി, ഇവിടെ ഇത്രയും ഭാഗം എടുത്ത്, അതായത് 1 2 3 4 ഇത്ര 4 എത്ര ഭാഗങ്ങളായിട്ട് അത് മാറ്റിയിരിക്കുന്നത് നോക്കി. മൊത്തം നമുക്ക് എത്ര ഉള്ളത്? 24. അപ്പോൾ 4/24 എന്നാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് 4ൻ്റെ ടേബിളിൽ 6 1/6 എന്ന് വരും. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്കിവിടെ 1/6 കിട്ടുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ യൂണിറ്റ് ടോട്ടലിൽ എത്രയുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ അതുപോലെ ഇവിടെ ഈ ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഗ്രിഡ് കൗണ്ട് ചെയ്ത പോലെ ചെയ്യണേ. ഇവിടെ വെച്ചിട്ട് നീട്ട്, അല്ലെങ്കിൽ നമുക്ക് എണ്ണാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ 1 2 3 2 ഹാഫ് ചേർന്നാൽ 4, മനസ്സിലായോ? 5, പിന്നെയും ഒരു ഹാഫ്, ഒരു പകുതിയും മറ്റേ പകുതിയും കൂടെ ചെയ്താൽ 6. അങ്ങനെയാണ് ഇവിടെ 1/6 എന്ന് വരുന്നത്. അപ്പോൾ ഇത് എണ്ണണം, ഇത് ഓരോന്നും കംപ്ലീറ്റ് ആയിട്ടുള്ളത് 1 എന്ന് തന്നെ എണ്ണുക, പകുതി കൂടുതലുള്ളതും 1 എന്ന് എഴുതുക, പകുതി ഉള്ളത് 2 എണ്ണം ചേർന്ന് 1 ആക്കുക. മനസ്സിലായോ? 1 2 3 4 5 6 അങ്ങനെ വരുന്നത്. അങ്ങനെ അതും 1/6 എന്ന് പറയുന്നു. അടുത്തത്, ബൈ ഡിവൈഡിങ് ദ ഹോൾ ചിക്കി ഇൻറ്റു 6 ഈക്വൽ പാർട്ട് ഇൻ ഡിഫറെൻറ്റ് വേസ് വി ഗെറ്റ് 1/6 ചിക്കി പീസസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ ഈ കപ്പലിൻ്റെ മുട്ടായി ഇങ്ങനെ പല ഷേപ്പുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ഈ 1/6 ഇതിൻ്റെ ഷേപ്പും 1/6 ആണ് ഫ്രാക്ഷൻ യൂണിറ്റ്, ഇതും 1/6 ആണ്. പക്ഷേ ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എത്ര എണ്ണമാണ് എടുത്തേക്കുന്നതെന്ന്? 1 2 3 4 5 6 7 8 ആണ്. അപ്പോൾ 8/24 എത്രയാണ് വരുന്നത്? 1/3. മനസ്സിലായോ? 8ഉം 24ഉം കൂടെ ചെയ്യുമ്പോൾ താഴെ 3 വരും. സോ അങ്ങനെ 1/3. ഇനി ഫിഗർ ഇറ്റ് ഔട്ട് തന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഇതുപോലെ ചിക്കിയുടെ ഓരോ പീസസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓർത്ത് ചെയ്യുക. ഇവിടെ 2 എണ്ണമാണ്, 2 എണ്ണം ഡിവൈഡഡ് ബൈ 24 എത്ര ഇടും? 1/12 എന്ന് വരുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കിയേ, ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ടെന്ന്? 1 2 3 4 5 6 7, ഈ പകുതി വെച്ച് 8. അപ്പോൾ എത്ര വരും? 8/24. അപ്പോൾ 1/3 നമുക്ക് കിട്ടും.
അടുത്ത നോക്കിയേ, കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഇതൊന്ന്, രണ്ടാമത്തേത്, ഇത് 3/4 ഭാഗമുണ്ട് അതുകൊണ്ട് 3 എന്ന് പറയും, ഇത് രണ്ടും കൂടെ ചേർത്ത് 4. അപ്പോൾ 4/24. ദാറ്റ് മീൻസ് 4ൻ്റെ ടേബിളിൽ എത്രയാണ് വരുന്നത്? 4 6 4 24 അല്ലേ? അപ്പോൾ 1/6. അടുത്ത നോക്കിയേ, ഇവിടെ 3 വന്നേ, 1 2 3. അപ്പോൾ 3/24. 3/24 എത്ര വരുന്നത്? 1/8 എന്ന് വരും. അടുത്തതോ? അപ്പോൾ ഇത് ഈ നമ്പറിൽ ഒക്കെ ഇവിടെ എഴുതണം. 1/8 എന്നുള്ള ആ ആൻസർ ആ ബോക്സിൽ എഴുതണേ. ഇവിടെ നോക്കിയേ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന്. 1 2 3. ഇവിടെ 2 എണ്ണം കൂടെ ചേർന്ന് 2 ഹാഫ് ചേർന്ന് 3. പിന്നെ ഇവിടെ 2 അതായത് 4. 4/24 1/6 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ഈ 1/6 എന്നുള്ളത് ഇവിടെ എഴുതണം. എല്ലാത്തിൻ്റെ ആൻസർ അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് 1/24 ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അടുത്തത് 1 2 3. അപ്പോൾ 3/24 എന്ന് വരും. 1/8. 1/8 നമ്മൾ എവിടെ എഴുതേണ്ടത്? ഈ ബോക്സിൽ. മനസ്സിലായല്ലോ? ഇനി മെഷറിങ് യൂസിങ് ഫ്രാക്ഷണൽ യൂണിറ്റ്സ്. ഫ്രാക്ഷൻ യൂണിറ്റ് നോക്കുകയാണെ, അതായത് ഇവിടെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ പകുതിക്ക് വെച്ച് മടക്കുന്നു. ഇതാ ഇത്രയും വെച്ച് പപ്പാതിയായിട്ട് മടക്കുന്നു. ആ ഫുൾ സ്ട്രൈപ്പ് പപ്പാതിയായിട്ട്. അപ്പം ഒരു ഭാഗം എന്ന് പറയുന്നത്, അതായത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. ഇനി ആ ഹാഫായിട്ടുള്ള ഭാഗത്തെ നമ്മൾ ഇപ്പം ഇത്രയും ആയിരുന്നപ്പോൾ ഹാഫ് ആയിരുന്നല്ലോ, ഇത്രയും ഹാഫാണ്. ഇതിനെ നമ്മൾ ഒന്നുകൂടെ മടക്കുന്നു, അതായത് ഹാഫിൻ്റെ പകുതി, ദാറ്റ് ഈസ് 1/4. അപ്പോൾ 2 1/4കൾ ചെയ്യുന്ന 2 × 1/4 എന്ന് പറഞ്ഞാലാണ് ഏത് 1/2 എന്ന് പറയുന്നത്. മനസ്സിലായേ? അപ്പം നമുക്ക് ഇവിടെ ഇത്രയും എന്ന് പറയുന്നത് പകുതി, അത് 1/2 ആണ്. ആ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഈ 1/2നെ ഇങ്ങനെ ഭാഗിക്കുമ്പോൾ 2 1/4കൾ ചേർന്ന് കഴിഞ്ഞാൽ ഹാഫായി, അല്ലെങ്കിൽ 1/2 ആയി. അതായത് 2 × 1/4 എന്ന് പറഞ്ഞാൽ 2/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇനിയും അടുത്തത് നോക്കി, നമ്മൾ ഈ 3 എണ്ണം എടുക്കുകയെന്ന് വെച്ചോ, 1 2 3. ദാറ്റ് മീൻസ് ഒരു 1/4, അടുത്ത 1/4, അടുത്ത 1/4. 3 എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. പിന്നെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്ത് 1 + 1 + 1 3/4. അത് നമുക്ക് 3 × 1/4 എന്ന് പറഞ്ഞാൽ 3/4 എന്നാണ് കിട്ടുന്നത്. അടുത്ത നോക്കിയേ, അടുത്ത നോക്കുമ്പോൾ ഇവിടെ ഒരു 1/4, 1 2 3 4 1/4കളാണ് വന്നത്. 4 × 1/4. 4 × 1/4 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. 4 × 1/4 എന്ന് പറയാം. അപ്പോൾ അത് എത്ര കിട്ടുന്നത്? 1 ആണ്. അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള സ്ട്രൈപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നോക്കി, ഇവിടെ ആണെങ്കിൽ ഒരു പേപ്പർ സ്ട്രൈപ്പാണ്, പക്ഷേ അതിന് 8 ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ഭാഗത്തിനെ നമ്മൾ 1/8 എന്ന് പറയുന്നു. 1/8. അപ്പോൾ 2 എണ്ണം വരുമ്പോഴോ 2 × 1/8 അല്ലേ, അതെത്ര എന്ന് പറയും? നമുക്ക് 1/4 ആയിട്ട് കിട്ടും. ശരിയാണല്ലോ? അടുത്തത് നോക്കിയേ, ഇവിടെ ഒരു 1/8, അടുത്ത 1/8, അതിനടുത്ത 1/8. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതുപോലെ എഴുതുക, 3/8 എന്ന് വരും. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കുമ്പോഴോ 1 2 3 4 4 4 × 1/8 എങ്ങനെ കിട്ടും? 1/2. അപ്പോൾ ഈ സ്ട്രൈപ്പിൻ്റെ പകുതിയായി അത് ഹാഫ്. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇവിടെ ചെയ്യുന്നുണ്ട്. 6 × 1/8 വരുന്നുണ്ട്. അതായത് എത്ര പ്രാവശ്യം ചെയ്യുന്നു? 1 2 3 4 5 വരുമ്പോൾ 5 × 1/8 അത്ര 5/8. മനസ്സിലായോ?
അപ്പോൾ അങ്ങനെ 5 ടൈംസ് 6 ടൈംസ് 1/8 ഇങ്ങനെ നമ്മൾ നോക്കുകയാണ്. 8 ടൈംസ് 1/8 എന്ന് പറയുമ്പോൾ 8 എണ്ണം ഉണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 8 8 ഇൻറ്റു 1/8 എന്ന് പറയുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതാണ് ഇത്. ഫ്രാക്ഷണൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ഫ്രാക്ഷണൽ യൂണിറ്റ്. ഓരോ പോയിൻ്റ് നമുക്ക് ഫ്രാക്ഷണൽ യൂണിറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ലെറ്റ് us look at another example. Represent full roti whole. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു ഫുൾ റൊട്ടി ഒരു ചപ്പാത്തി, അതിന് നമ്മൾ ഹാഫ് രണ്ടെണ്ണം ചേരുമ്പോൾ ഹാഫ് പ്ലസ് ഹാഫ് ഒരെണ്ണം ഉണ്ട്. 2 ടൈംസ് ഹാഫ്, അതിപ്പം 1 ആയി. ഇവിടെ ആണെങ്കിലോ 3 എണ്ണം അല്ലേ, 1/2 പ്ലസ് 1/2 1/2 എത്ര വരും? 3/2. 3 ടൈംസ് ഹാഫ്, 3/2 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഹാഫ്. അതുപോലെ അടുത്ത വരുമ്പോൾ 4 ടൈംസ് ഹാഫ്, അതിനടുത്ത 5 ടൈംസ് ഹാഫ്. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ടിന്യൂ ദ ടേബിൾ ഫോർ 2 more സ്റ്റെപ്സ്. 2 സ്റ്റെപ്പ് കൂടെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കണം. ഇതിപ്പം ഒരു ഹാഫ് അല്ലേ, ഇത് 2, അടുത്ത ഒരു ഹാഫ് കൂടെ വന്നു, പിന്നെ എൻ്റെ ഒരു ഹാഫ് കൂടെ. അപ്പോൾ എത്രയായി? 1/2 1/2 1/2 then 1/2 1/2 1/2 അല്ലേ. അപ്പോൾ എത്ര ഉണ്ടായി? 1 2 3 4 5 6 6 ടൈംസ് ഹാഫാണ് അവിടെ വരുന്നത്. അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം 6 അല്ലേ വന്നേക്കുന്നത്, 1 2 3 റൗണ്ട് ഷേപ്പല്ല കേട്ടോ, ഇതാണ് പകുതി. 1 ഇതിപ്പം 1/2 1/2, അടുത്തത് ദെൻ അടുത്ത ഒരെണ്ണം കൂടെ വരണം അല്ലേ. അപ്പോൾ എത്രയായി? ഒരു 1/2 1/2 1/2 1/2 1/2 1/2 1/2 എത്ര 1/2 വന്നു? 1 2 3 4 5 6 7 ടൈംസ് ഹാഫാണ് അവിടെ വരുന്നത്. അടുത്ത ചോദിക്കാം, ക്യാൻ യു ക്രിയേറ്റ് എ സിമിലർ ടേബിൾ ഫോർ 1/4? 1/4 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു റൊട്ടി അതിനെ 4ആയിട്ട് പഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം, അതായത് ഇത്ര മാത്രമേ വരുന്നുള്ളൂ, ഇത്രയും. ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? 1/4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വരയ്ക്കണം. അതായത് ഇത് ഹാഫാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പകുതി, ഇതിൻ്റെ പകുതി ഇത്രയും ഭാഗം മാത്രം. അപ്പം എത്ര? 1/4 എന്നാണ് നമ്മൾ അതിൻ്റെ ഇടേണ്ടത്. അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ ഏതാണ്? ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ അല്ലേ. അപ്പോൾ എത്ര? 1/4 പ്ലസ് 1/4 2 ടൈംസ് ക്വാർട്ടർ. 1/4 നമ്മൾ പറയുന്ന പേര് ക്വാർട്ടർ എന്നാണ് കേട്ടോ, ക്വാർട്ടർ. അപ്പോൾ 1 ടൈം ക്വാർട്ടറും 2 ടൈംസ് ക്വാർട്ടറും. അതുപോലെ തന്നെ നമ്മൾ ക്വാർട്ടർ എണ്ണം നമ്മൾ കൂട്ടി വരയ്ക്കുക. 2 എണ്ണം വരച്ചു, ദെൻ 3 വരയ്ക്കുക ക്വാർട്ടർ ഭാഗം. അങ്ങനെ 3 വരയ്ക്കുന്നതുകൊണ്ട് എന്താ? 1/4 പ്ലസ് 1/4 പ്ലസ് 1/4, അപ്പോൾ 3 ടൈംസ് ക്വാർട്ടർ എന്ന് ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തത് കണ്ടുപിടിക്കുക കേട്ടോ. മേക്ക് 1/3 യൂസിങ് എ പേപ്പർ സ്ട്രൈപ്പ്. ക്യാൻ യു യൂസ് ദിസ് ഓൾസോ മേക്ക് 1/6? അതിത് ചോദിച്ചിരിക്കുന്നത് നമ്മളൊരു പേപ്പർ സ്ട്രൈപ്പ് എടുക്കുന്നു, അതിനെ നമ്മൾ 3ആയിട്ട് പാകുന്നു, 1 2 3 ഇങ്ങനെ മാറ്റുന്നു. അപ്പോൾ ഇത് ഇത്രയെന്ന് പറയുന്നത് 1/3 ആണ്. മനസ്സിലായോ? 1/3. ഇത് ഒരു 1/3 കൂടെ വന്നു, 1/3 പ്ലസ് 1/3. അപ്പോൾ എത്രയായി? 2/3 എന്ന് വന്നു. അടുത്ത 3 എണ്ണം വന്നു, 3/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ശരിയല്ലേ? 3/3 എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ എണ്ണം ഉണ്ട്. ഇപ്പോൾ ഇവരുടെ അടുത്ത ചോദ്യം, ഇത് 1/6 ചെയ്യാൻ പറ്റുമോ എന്ന്. 1/6 ആണെങ്കിൽ ഇതിനെ 6 ആയിട്ട് മാറ്റണം. കണ്ടോ? ഇങ്ങനെ അതിന് ഇടയ്ക്ക് ഒരെണ്ണം കൂടെ വന്നാൽ ഇത് 6 ആയി. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടേ ലൈനുണ്ട്, 1 2 3 4 5 6. ഇനി ഇത് 1/6
2/6 ശരിയാണല്ലോ. 2/6, 3/6, 4/6, 5/6, then 6/6. അത് എത്രയായി? 1. 6/6 എന്ന് പറഞ്ഞാൽ 1 എന്നായി. മനസ്സിലായോ? Draw the picture and write an addition statement above to show 5 times 1/4 of roti and 9 times 1/4 of roti. അതായത് മുമ്പേ നമ്മൾ റൊട്ടിയുടെ ഇത് ചെയ്തല്ലോ, അതായത് ഈ സാധനം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ചെയ്യുന്നത്? 5 times 1/4 9 times 1/4 റൊട്ടി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരു 1/4 വരയ്ക്കുക, അതായത് 4/1. സോറി, 4/1. പിന്നെ അടുത്തതിൻ്റെ അത് ക്വാർട്ടറാണ്, അതായത് 1/4 മാത്രം. അടുത്തത് ചെയ്യുന്നതാണ് 2 എണ്ണം, അപ്പോൾ 2 times ആയി. ദെൻ 3 times 1 2 3 അങ്ങനെ 3 times. ദെൻ 4 എണ്ണം വരയ്ക്കും, 4 times 1/4. അഞ്ചാമത് ഒരെണ്ണം കൂടെ വരയ്ക്കുമ്പോൾ 5 times എന്ന് പറഞ്ഞ പോലെ 9 times ഇതും വരയ്ക്കുക. ഈ മാച്ച് ഈച്ച് ഫ്രാക്ഷൻ യൂണിറ്റ് വിത്ത് കറക്റ്റ് ഫ്രാക്ഷൻ. അതായത് മൊത്തം ഇത് എത്ര ഫ്രാക്ഷൻ? 1 2 3 4 5 6 7 8 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് വന്നേക്കുന്നത്, ഷെയ്ഡ് ചെയ്തേക്കുന്നത്. 1/8. 1/8 എന്ത് ചെയ്യും? കണ്ടോ? ഇനി ഇത് നോക്കിയാൽ 1 2 3 4 5 6 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1/6. 1/6 എവിടെ? ഇവിടെ. അടുത്തത് നോക്കി 1 2 3 3 വന്നിരിക്കും, അതിൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്തേക്കുന്നു. 1/3 എവിടെ? യെസ്, മനസ്സിലായല്ലോ. ഇനി നമ്മൾ സാധാരണ ഫ്രാക്ഷനെ 3/4 എന്നുള്ള 3/4 3/4 എന്ന് വിളിക്കും. 3 times 1/4 എന്ന് നമുക്കതിനെ വിളിക്കാം. അതായത് 3/4 = 3 × 1/4 എന്ന്. മനസ്സിലായോ? അതായത് 1/4നെ 3 times നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് 3/4 എന്ന് പറയുന്ന നമ്പർ പറയുന്നത്. ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു നമ്പറിൻ്റെ ആ ഡാഷ് വരെയുള്ളതിൻ്റെ മുകളിലുള്ളത് ന്യൂമറേറ്ററും താഴെയുള്ളത് എന്താണ്? ഡിനോമിനേറ്ററുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി നമുക്ക് നമ്പർ ലൈൻ ഉണ്ട്, അത് നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.